എനിക്ക് അങ്ങനെ നമ്മ പരിചയമില്ലല്ലോ. നമ്മളിപ്പോഴെങ്കിലും ഞാൻ പേര് കേട്ടപ്പോഴാണ്. അതെ, വർഷങ്ങളിൽ എപ്പോഴെങ്കിലും റേഷൻ കടയിലോട്ട് വന്നാൽ ഈ ഡയലോഗ് കേൾക്കേണ്ടി വരും. അമ്മ പറഞ്ഞ പ്രകാരം നമ്മൾ വണ്ടി എടുത്ത് നേരെ വിട്ടു റേഷൻ കടയിലോട്ട്. പോകുന്ന വഴിയാണ് ഞങ്ങളുടെ കനാല് കണ്ടത്. ഈ ജൂൺ സമയത്തൊക്കെ ഇതിൽ നിറയെ വെള്ളമാണ്, ഇപ്പൊ ഒരു തേങ്ങയില്ല. പിന്നെ ഞങ്ങളുടെ യാത്രക്കൊടുവിൽ ഞങ്ങളുടെ സ്വന്തം സ്കൂൾ കാണാൻ പറ്റി, KKMHS. ഇവിടെ ഞാനല്ലാതെ വേറെ ആരൊക്കെ പഠിച്ചിട്ടുണ്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ സ്വന്തം റേഷൻ കടയിലോട്ട് എത്തി. ഞങ്ങളുടെ റേഷൻ കട ഇപ്പോഴും ഒരു പണ്ടത്തെ ആ വിന്റേജ് ലുക്കാണ്, കാണാൻ പൊള്ളിയാണ് കേട്ടോ. ആ റേഷൻ കട എന്ന് പറഞ്ഞാൽ തന്നെ പാലക്കാട് പിന്നെ പൊതുവെ പൊളിയാണല്ലോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ സ്വന്തം മോഹനാട്ടൻ അണ്ണനാണ് നമുക്കൊരു തഗ് അടിച്ച് തന്നത്. കാരണം വർഷങ്ങളിൽ എപ്പോഴെങ്കിലും റേഷൻ കടയ്ക്ക് വന്ന് അതൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ എനിക്ക് പേടിയുള്ള ഒറ്റ സംഭവം ഉള്ളൂ, ഇതിൽ കൈ വെച്ച് കഴിഞ്ഞാൽ ആ ബയോമെട്രിക് വിജയം നിങ്ങൾ വിജയിച്ചു എന്നുള്ള ഒരു ഡയലോഗില് അത് കേൾക്കണം. പക്ഷെ അത് കേൾക്കണവരെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം വർഷങ്ങളിൽ എപ്പോഴായിരിക്കും നമ്മൾ റേഷൻ കടയ്ക്ക് വരുന്നത്, അത് കൈ വെച്ച വർക്കാവണമെന്ന് ഒരു ഇതും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ആ വിജയത്തിന് ശേഷം നമ്മൾ നേരെ അമ്മ പറഞ്ഞ ദൗത്യങ്ങളിലുള്ള പുഴുങ്ങലരിയും പച്ചരിയും മാവും എല്ലാം വാങ്ങിച്ചു, മണ്ണെണ്ണയും വാങ്ങിച്ച് നേരെ ഇനി ഇത് പോരാളിയുടെ കയ്യിൽ ഏൽപ്പിച്ചാലേ നമുക്ക് ദൗത്യം ഫിനിഷ് ആവുള്ളൂ. ഒരു യുദ്ധത്തിന് പോയുള്ള അവസ്ഥ പോലെയാണ്. പിന്നെ ഒന്നും നോക്കില്ല, തിരിച്ച് നേരെ വണ്ടി വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ ഒരു ചെറിയ യാത്രയ്ക്ക് ശേഷം പിന്നെ വീട്ടിലോട്ട് എത്തി നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ പോരാളി ഏൽപ്പിച്ചപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായത്. അപ്പൊ എങ്ങനെയാ അടുത്ത വീഡിയോയിലൂടെ കാണാല്ലേ? അപ്പൊ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എടുത്തു മാക്സ് ആൻഡ് വ്ലോഗ്സ്.